ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് നാട്ടിൽ എത്തിയതിൻ്റെ ശേഷമുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ഇത് ഹസ്ബൻഡിൻ്റെ വീടാണ്. അവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ രാവിലെ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ട് സമയം ഒരു 6:30 കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നല്ല ദോശയും ചിക്കൻ തലേന്നകത്തെ കുറുമക്കറിയും പിന്നെ ദോശയ്ക്ക് ഇന്ന് മെയിനായിട്ട് ഉണ്ടാക്കിയത് ചെറുപയർ കറി കേട്ടോ. പിന്നെ ചായയും അതൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇതാ തലേന്നകത്തെ രാത്രി മീൻ പൊരിച്ചത് അതും ഉണ്ട് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇതാ നമ്മളിങ്ങനെ ഒന്ന് ഇനി പുറത്തിറങ്ങണം കേട്ടോ. ഇത് അടുക്കളൻ്റെ ഞാനിതിൻ്റെ കിച്ചൺ ടൂറ് മുന്നേ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ. അപ്പം രണ്ട് ഭാഗത്ത് നല്ല ഗ്രില്ലാട്ടോ, അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കാറ്റൊക്കെ കിട്ടും. അപ്പോൾ ഇതാ ഞാനൊന്ന് പുറത്ത് ഇറങ്ങുകയാണ്. അപ്പം മുന്നേ സിറ്റൗട്ടിലോട്ട് വന്നിട്ട് രാവിലെ തന്നെ ഒന്ന് പത്രമൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. പത്രമൊക്കെ ഇവിടെ വന്നാലേ കാണലുള്ളൂ. നമ്മളിവിടെ കോട്ടയത്ത് പത്രമൊന്നും വരുത്താറില്ല. അപ്പോൾ ഇതാ പത്രം ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ മോനും ഹസ്ബൻഡും ഇങ്ങനെ പുറത്ത് അവിടെ മുന്നോട്ട് മെയിൻ റോഡാട്ടോ കാണുന്നത്. അവിടെ ഇങ്ങനെ അവന് കരഞ്ഞപ്പോൾ അവനെയും കൊണ്ടുവന്ന് പുറത്ത് പോയാണ്. അപ്പോൾ ഉമ്മ രാവിലെ നെയ്ച്ച് ചായയും കടിയൊക്കെ ഉണ്ടാക്കി പിന്നെ മുറ്റൊക്കെ വേഗം അടിച്ചു തരാൻ പോയിട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഇതാ നമ്മളെ ആഗൊക്കെ വന്ന് അടിച്ചടി തുടക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ പണി ഇതാണ് കേട്ടോ. ചായ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം അടിച്ചു തരാൻ നിൽക്കും ഉള്ളൊക്കെ. അപ്പോൾ ഇത് നമ്മളെ പുറത്ത് ഇവിടെ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, ബാത്റൂമിൻ്റെ കാര്യങ്ങളും. അപ്പം പുറത്തൊരു അടുപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളിൽ നമുക്ക് ഓൾറെഡി ഒരു അടുപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് പുറത്ത് എപ്പോഴും ഒരു അടുപ്പ് ആവശ്യമാണല്ലോ. അപ്പോൾ അവിടെ ഇത് പുകയില്ലാത്ത ആലുവ പുകയില്ലാത്ത അടുപ്പ് അങ്ങനത്തെ അല്ല കേട്ടോ, സാധാ അടുപ്പാണ്. ആ ഒരു അടുപ്പ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഉമ്മ അത് ഇന്നലെ പണി തീർന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് നനയ്ക്കുകയാണ് വെള്ളം കൊണ്ട്. അപ്പം ഇത് തലേന്നകത്തെ പണീൻ്റെ കുറച്ച് ക്ലിപ്പുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്താണ്. സിമൻറ്റ് ഇട്ടിട്ട് പിന്നെ കാവില്ല അതാണ് കേട്ടോ ഇട്ടുന്നത്. ടൈലൊന്നും ഒട്ടിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് എപ്പോഴെങ്കിലും പ്രത്യേകിച്ച് നോമ്പിനൊക്കെ കുറേ പത്തിരിയൊക്കെ ചുടുമ്പോഴും അല്ലെങ്കിലും രാവിലെ ചോറ് വെക്കണമൊക്കെ ഒരു അടുപ്പാകുമ്പോൾ ഒരു സുഖമല്ലേ. അപ്പം അങ്ങനെ വേണ്ടി പുറത്ത് ജസ്റ്റ് ചെറുതൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീട് പണി കുറച്ച് മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അവിടെ പുറത്തൊന്ന് അടുപ്പുണ്ടാക്കിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ നമ്മൾ ബാക്കിലോട്ട് വന്നൊക്കെയാണ്. അപ്പം കോഴികളുണ്ട് കേട്ടോ, നല്ല രസം. ഒരു 5 കോഴികളുണ്ട്. അപ്പോൾ അതിനെ തുറന്ന് വിട്ടിട്ടില്ല. അപ്പോൾ അതങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്ന് കാണാൻ മോർണിംഗ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. പിന്നെ നമ്മളിനി ഉള്ളിലെ അടുപ്പൊന്ന് നമ്മളിനി ഇങ്ങനെ സ്ലാബ് ഇട്ട് മൂടാന്ന് കരുതിയിട്ടോ. അങ്ങനെ അവിടെ ഇനി വേറെ ഒരു സെക്ഷൻ ആക്കാമെന്നില്ല ഇതിലാണ് പുറത്ത് കൂടി ഒരു അടുപ്പ് നല്ലതായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇത് നമ്മൾ അലക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല കല്ലൊക്കെ ഇതാക്കിയിട്ട് അങ്ങനെ പുറത്ത് നല്ല രസമാട്ടോ. അവിടെ ബാക്കിൽ അപ്പുറത്ത് പോയ തന്നെയാണ്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് മോനെ വേഗത കുളിപ്പിച്ച് ഇനി അവനെ ഉറക്കണം കേട്ടോ. അപ്പം ആ പരിപാടിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു അടുപ്പ് കേട്ടോ. ഇനി അതിൻ്റെ അപ്പുറത്തൊരു സിങ്ക് കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മുകളിലുള്ള കാഴ്ചയാണ് കേട്ടോ. ഈ വീടിൻ്റെ ഹോം ടൂർ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ആവശ്യമുണ്ടെങ്കിൽ. ഇത് കുറേ എനിക്കൊന്നാണ് 25 വർഷം മുന്നത്തെ ഒരു വീടാണ്. അപ്പോൾ മുകൾ ഭാഗം ആ പണ്ടത്തെ ഒരു മോഡലാട്ടോ, എന്നാലും നല്ലൊരു ഭംഗിയാണ്. ഇത് മുകളിലെ ഒരു ബാൽക്കണിയാണ് കേട്ടോ. അപ്പോൾ മോനെ ഉറക്കി കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞതാ ഞാൻ വീണ്ടും കിച്ചണിലോട്ട് വന്നേക്കാണ്. പിന്നെ ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം നമ്മൾ റേഷൻ അരി കൊണ്ടില്ലേ കപ്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ പെട്ടെന്നായി കിട്ടുമല്ലോ. അപ്പം കപ്സിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ചെയ്തതാണ്. അപ്പം ഇത് നമ്മളെ ബസ്മതി റൈസിന് പകരം റേഷൻ കടയിലെ ഈ ചാക്കരിയില്ലേ അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 10 ലിറ്ററിൻ്റെ ഈ ഒരു കുക്കറിൽ ഇതിലാട്ടോ നമ്മൾ കുറച്ച് പേരുണ്ട് അത്യാവശ്യം. അപ്പോൾ നമ്മൾ ഇതിലാണ് കപ്സ് റെഡിയാക്കി എടുക്കുന്നത്. സിമ്പിൾ, നമ്മൾ ഓയിലിടുക, കുരുമുളക് ഇടുക, പട്ട, സവാള ഇതൊക്കെ ഇടുക. പിന്നെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, അതിടുക. പിന്നെ തക്കാളി അരച്ച് പാരുക, ചിക്കൻ ഇടുക, കപ്സ മസാല ഉണ്ടെങ്കിൽ അതിടുക, ചിക്കൻ സ്റ്റോക്ക് ഇടുക. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അരി ബസ്മതിക്ക് പകരം നമ്മൾ ചാക്കരി ഇടുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത് ഞാനൊരു സിപ്പപ്പ് ഉണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ പേര് മഞ്ചാടി എന്നാട്ടോ. അതിങ്ങനെ ഉപ്പിലിട്ട മാങ്ങേൻ്റെ ഒരു തരം സിപ്പപ്പാണ്. അപ്പോൾ അത് കഴിച്ചാണ്. പിന്നെ ഇവിടെ ഉണ്ടായ നാടൻ പപ്പായാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും പിന്നെ ചക്കര കേങ്ങ്. ഇത് രാവിലെ നമ്മൾ ഒരു 10-10:30 ആകുമ്പോൾ നമ്മൾ നേരത്തെ ചായ കഴിക്കൂട്ടോ. അപ്പോൾ ആ ഒരു 10-10:30 ആകുമ്പം കഴിക്കാനാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് തേങ്ങാപ്പൂൾ ഉമ്മ അങ്ങനെ അത് ഇളനീരായി എന്ന് പറഞ്ഞപ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ചപ്പോൾ അത് ഇതാക്കിയിരുന്നു. അതൊക്കെ അങ്ങനെ കഴിച്ചു. ഇത് പുറത്തേക്കുള്ള ഒരു സൈഡാണ് കേട്ടോ. ഇവിടെ റംബൂട്ടാൻ ബാക്കിൽ ഇങ്ങനെ മൊത്തത്തിലൊരു പറമ്പാണ്. ആ പറമ്പിന് തൊട്ട് താഴെ നമ്മളെ പുഴയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഞാനിതൊക്കെ ഇങ്ങനെ കഴിച്ചിരിക്കുകയാണ്. ഇത് റംബൂട്ടാൻ്റെ ഒരു മരമാണ് കേട്ടോ.
അപ്പം കപ്സ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ വറുക്കണം, അതുപോലെ തന്നെ പപ്പടം ഇത്ര കൂടി ഉണ്ട്, പിന്നെ തൈര് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പം 2 വിസിൽ അടുപ്പിച്ചാൽ മതി. അരി കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കണ്ട കേട്ടോ, അപ്പോൾ പെട്ടെന്ന് പിന്നെ വേവ് കൂടി പോവുകയും ചെയ്യും. അപ്പോൾ അതാ ഞാൻ കപ്സക്കൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഞാനൊരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഒരു പാകത്തെ വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ അതിനനുസരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കുറച്ചൊന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ അത് ഇതാ ഞാനിങ്ങനെ ഒരു വലിയൊരു പാത്രമുണ്ട്, അതിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇങ്ങനെ ആരെങ്കിലും കപ്സ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ റെഡിയാക്കി നോക്കണം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചാക്കിരി കൊണ്ട്. നമ്മൾ കരുതി എങ്ങനെ ഈ ഒരു അരി കൊണ്ട് എങ്ങനെ ഇതാക്കാന്ന്. ഇതൊരു കാലത്ത് യൂട്യൂബിൽ കുറേ വന്നതാണ്, ചാക്കിരി റേഷൻ കടയിൽ നിന്നുള്ള അരി കൊണ്ടില്ല കപ്സ എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതാ ഞാൻ അതിൻ്റെ ഇടയിൽ തൈര് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ചിക്കൻ വറുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കൂട്ടത്തിൽ തന്നെ പപ്പടം ആദ്യം പൊരിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് പുതിയ വാങ്ങിയ ലൈറ്ററാന്ന് പറഞ്ഞു ഉമ്മ. കുറച്ചൊരു പണിയുണ്ട് കേട്ടോ കത്താനൊക്കെ. അപ്പോൾ അങ്ങനെ എണ്ണ ചൂടായി വന്നപ്പോൾ വേഗം പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആ എണ്ണയിൽ തന്നെ ചിക്കനും വറുത്തെടുക്കാമെന്ന് കരുതി. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ആരെങ്കിലും പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻസൊക്കെ അറിയിക്കുക. അങ്ങനെ ഇതാ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഈ ഗ്യാസും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിടുക. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ പിന്നെ തറയിൽ കുറേ ചമ്മലുണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടോട്ടെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കിച്ചൺ എപ്പോഴും ഒരു ക്ലീൻ ആയിരിക്കും. അപ്പം നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അടിച്ചുവാരി കിച്ചൺ മൊത്തത്തിലൊന്ന് നീറ്റാക്കിയിട്ടു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുക. അവർ പള്ളിയിൽ പോയിട്ടോ. അപ്പോൾ ഞാൻ മോന് എണീറ്റ് പാടെ അവന് ഭക്ഷണം കൊടുക്കണം. ഇനി നമുക്കൊന്ന് പുറത്ത് പോകാണ്ട്. എൻ്റെ കസിന് പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ അവളെ കാണാൻ നമ്മളിതാ കാലിക്കറ്റാണ്, അങ്ങോട്ട് പോവുകയാണ്. അപ്പം എൻ്റെ ഉമ്മ ഉണ്ട്, മൂത്തമ്മ ഉണ്ട്, പിന്നെ എൻ്റെ താത്ത ഉണ്ട് കേട്ടോ, താത്തയും പിള്ളേരും. അങ്ങനെ എല്ലാവരും നമ്മൾ പോവുകയാണ്. അപ്പം മാങ്കാവാണ് അവളെ വീട്. അപ്പം അവളെ രണ്ടാമത്തെ കൊച്ചാണ് കേട്ടോ, ആൺകൊച്ചാണ്. അപ്പോൾ അത് കൊച്ചിനെ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ കാലിക്കറ്റ് എന്തായാലും പോകേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ കുട്ടീനെയും കൂടി എന്തായാലും കാണണം. ഞാൻ പിന്നെ ലീവ് കഴിഞ്ഞ് പോയാൽ പിന്നെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അവളെ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടുത്തെ കാര്യങ്ങളും ക്ലിപ്പുകളൊന്നും അത് എടുത്തില്ല കേട്ടോ. പിന്നെ ഒരു മരിബിൻ്റെ സമയപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പോണ വഴി ഇതാ ഗോകുലം മാളില്ലേ, അവിടെ ഒന്ന് കയറിയിട്ടോ. നമുക്ക് പിന്നെ ഹൈലൈറ്റ് ആകുമ്പോൾ ഇച്ചിരി കൂടി ഉള്ളോട്ട് പോകണ്ടേ. അപ്പോൾ നമ്മൾ ഗോകുലം മാളിൽ കയറിയിട്ട് കുറച്ച് നേരം ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇവിടെ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ടല്ലോ, അവിടെ കുറച്ച് നേരം കുട്ടികളൊക്കെ ഒന്ന് കളിപ്പിച്ചു. ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ അങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുകയായിരുന്നു എല്ലാവരും. പിന്നെ കുറേ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ അതിലെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നിൽക്കുകയാണ്. നമ്മളവിടെ ഇങ്ങനെ കുറച്ച് നേരം ഫുഡ് കോർട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഭക്ഷണം നമ്മൾ ഇവിടെ നിന്നല്ല കേട്ടോ കഴിച്ച ഭക്ഷണം. നമ്മൾ പുറത്ത് വേറൊരു നല്ല ഷോപ്പുണ്ട്, കാണിച്ചു തരാം. അപ്പം താത്ത പറഞ്ഞു അവിടെ നല്ല ഇവിടുന്ന് കഴിക്കണേ ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അവിടെ വേറെ ഫ്രൈഡ് ചിക്കൻ, ഷവർമ അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ടൈപ്പാണ്. അപ്പം അവിടുന്ന് എവിടുന്നാണ് കഴിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പം പിന്നെ നമുക്ക് അവിടുന്ന് തന്നെ കഴിക്കാമെന്ന് കരുതി നമ്മൾ അവിടുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം ഇതാ കുട്ടികളൊക്കെ ഇവിടെ ഓടിപ്പാഞ്ഞ് നടക്കുക കേട്ടോ. കൂട്ടത്തിൽ എൻ്റെ മോനേട്ടോ പിടിക്കാൻ കിട്ടാത്ത. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ അവിടെ ഓരോന്നുമേൽ കളിക്കുക. ഇവന് മൊത്തത്തിൽ അവിടെ ഓടും. നമ്മളവൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഗോകുലം മാള്. അപ്പം ഇതിൽ അവിടുത്തെ ഒരു പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ പുറത്തേക്ക് ഫുഡ് കോർട്ടിൻ്റെ കുറച്ച് പുറത്തേക്ക് മാറുന്ന ഒരു ഓപ്പൺ ഏരിയ ആണ്. അവിടെ നല്ല രസമായിട്ടോ പോയിട്ട് കാണാൻ. അതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്ന ബർണൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പിലോട്ടാണ്. ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ ഭയങ്കര തിരക്കാണ്. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ വാങ്ങിയ ഫ്രൈഡ് ചിക്കന്, ഷവർമ, പിന്നെന്താ വാങ്ങിച്ചത് ബർഗറില്ലേ, ഇത്രയും കാര്യങ്ങളാണ് വാങ്ങിച്ചത്. എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നമ്മൾ എങ്ങനെ നാട്ടിൽ വന്നാലും ഒരു ദിവസം എന്തായാലും കാലിക്കറ്റ് വരാറുണ്ട് കേട്ടോ. ഒന്ന് ഫുഡ് കഴിച്ച് കറങ്ങി ബീച്ചിലൊക്കെ പോകും. അപ്പോൾ ഇന്ന് ബീച്ചിൽ പോകാൻ സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ കസിൻ്റെ അടുത്ത് പോയി അവിടെ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ രാത്രി നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് തിരിച്ചു പോയത് കേട്ടോ. അപ്പം ഞാനിത് ഓരോന്നോരോന്ന് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കെല്ലാം നല്ല ഇഷ്ടമായി കേട്ടോ.
അപ്പം അതൊക്കെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ ഇറങ്ങി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ രാത്രി ഇതാ ഉമ്മയും ഇവരൊക്കെ ഭക്ഷണം കഴിച്ചു കിടന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇവിടെ എത്തി. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് ഇനി കിടക്കാൻ പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.